നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശയ്യാ പ്രവചനം 26-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം തിരുലിഖിതം. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിൽ അതിന് 26-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുലിഖിതമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ഹൃദയം എന്തിലാണോ ഉറച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസ്ഥ. ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവത്തിലാണ് ഉറച്ചിരിക്കുന്നതെങ്കിൽ അവന് പരാജയങ്ങളുണ്ടായാലും, അവന് തകർച്ചകളുണ്ടായാലും, അവന് രോഗങ്ങളുണ്ടായാലും, അവന് ഞെരുക്കങ്ങളുണ്ടായാലും, അവന് തടസ്സങ്ങളുണ്ടായാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ചഞ്ചലചിത്തനാകേണ്ട ആവശ്യമില്ല, അവൻ്റെ ഹൃദയത്തിൽ അസമാധാനം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവരെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കാൻ ദൈവത്തിന് അവരെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. എന്തെന്നാൽ അവൻ ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. തന്നെ ആശ്രയിക്കുന്നവർ അറിയുന്ന ദൈവം തക്ക സമയത്ത് അവരെ സമാധാനത്തിൻ്റെ അഭിഷേകത്തിൽ ഉയർത്തും. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഒരു സാക്ഷ്യം ശ്രവിക്കാം. എൻ്റെ പേര് ലിസമ്മ. ഞാൻ മംഗലം ഡാമിൽ ബാലേശ്വരം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 12 വർഷമായി അൾസർ രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ദിവസവും 9 ഗുളികകൾ വെച്ച് എനിക്ക് കഴിക്കണമായിരുന്നു. അൾസർ മൂലം ദിവസം 9 ഗുളികകൾ ഡെയിലി കഴിച്ചിരുന്ന സഹോദരിയാണ്. ഒരു ദിവസം പോലും മരുന്ന് മുടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 12 വർഷങ്ങളുടെ അൾസറാണ് അല്ലേ? അതെ. ഭക്ഷണം കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാസം തോറും ചെക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 2012 നവംബർ 25-ാം തീയതി ഇവിടെ വന്ന് ഒരുമിച്ചുള്ള ധ്യാനത്തിൽ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ബിനോയ് അച്ഛൻ എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച ശേഷം നിങ്ങളുടെ രോഗം ഈശോ എടുത്തു മാറ്റുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മരുന്നുകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പിന്നീട് ഒരിക്കലും എനിക്ക് ആ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞ് അൾസറിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഭക്ഷണമൊക്കെ എല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ടോ? എല്ലാം കഴിക്കുന്നുണ്ട്. ഒരു കളിയും പിന്നെ കഴിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 12 വർഷമാണ് അസുഖമാണ്. പ്രാർത്ഥിച്ചപ്പോ യേശു വന്ന് നേരിട്ട് അങ്ങോട്ട് സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇപ്പൊ 1.5 വർഷത്തെ സാക്ഷ്യം പറയാൻ വേണ്ടി മംഗൾ ഡാമിൽ നിന്ന് ഈ സഹോദരി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് പാട്ട് പാടി ആരാധിക്കാം. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ. ശക്തനായ സങ്കേതമായ വിടുവിച്ചവൻ, ശക്തനായ സങ്കേതമായ വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
12 വർഷമായിട്ട് രോഗത്തിൻ്റെ കഠിന ബന്ധനത്തിൽ കിടന്നത് ദൈവഭയത്തിലാണ്. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സമാധാനത്തിൻ്റെ തികവിൽ കർത്താവ് സംരക്ഷിക്കുമെന്നുള്ള വചനം ഉറപ്പാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രോഗാവസ്ഥയിലാണോ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ തകർച്ചയുണ്ടോ, ചില പ്രത്യേക തടസ്സങ്ങൾ നമ്മുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടോ, നീ ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സംരക്ഷിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നതിനെ കർത്താവ് സംരക്ഷിക്കുമെന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നമ്മൾ കർത്താവിനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കൈകൾ കർത്താവിൻ്റെ പകലിൽ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഹോസിയ പ്രവചനത്തിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഹൃദയം എന്നിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, സമാധാനം നഷ്ടപ്പെട്ട് രോഗത്തിൻ്റെ പിടിയിലും തകർച്ചയുടെ പിടിയിലും കടബാധ്യയുടെ പിടിയിലും ഓരോ വിധത്തിലുള്ള തടസ്സങ്ങളും ഞെരുക്കങ്ങളും പിടിപെട്ട് കർത്താവ് അടിമത്തിൽ കിടക്കുന്ന ഓരോ കുടുംബങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, എല്ലാ അന്ധകാരങ്ങളും ചിഹ്നവനുമാകട്ടെ, തടസ്സങ്ങളെ കെട്ടുകളെല്ലാം അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, വചനം ശ്രവിക്കാൻ പറ്റാത്തത് അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥന ചേർന്നുകൊണ്ടിരിക്കുന്ന ദാസന്മാർ സമാധാനത്തിന് തികവിനായിത്തീരുക തക്കവിധം പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ കർത്താവെ, സൗഖ്യത്തിന്റെ വചനം ഇപ്പോൾ വ്യാപരിക്കട്ടെ, വിടുതലിന്റെ വചനം ഇപ്പോൾ വ്യാപരിക്കട്ടെ, കൃപയുടെ വചനങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ, ഡെലിവറൻസിന്റെ വചനങ്ങൾ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിഷേകവും പ്രലോഭനവും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ ഉയർത്തുമ്പോൾ ആ വ്യക്തിയെ പ്രലോഭനത്തിൽ കുടുക്കാൻ സാത്താൻ കെണികൾ ഒരുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു വ്യക്തി ഈ ലോകത്തിൽ എവിടെയെങ്കിലും കൃപയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉയർത്തിയാൽ അയാളെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തെ, ഒരു വ്യക്തിയെ സാത്താൻ ലോകത്തിൽ എവിടെയെങ്കിലും ഉയർത്തും. എന്നിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടാൻ, ഇവർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്, എൻ്റെ മകനെ, നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിനോട് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ മകനെ, വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. കർത്താവ് വിളിക്കുകയാണ്, എൻ്റെ മകനെ, നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. എന്ന് പറഞ്ഞാൽ, നീ ഒരു ദൈവരാജ്യ വേലക്കാരനാണോ? നീ ഒരു ദേവാലയ ശുശ്രൂഷയാണോ? നീ ഒരു ഇടവകയിൽ ഒരു കൈക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളാണോ? ഒരു പൗരോഹിത്യ ജീവിതം നയിക്കുന്ന ആളാണോ? ഒരു സന്യാസിനിയായിട്ട് ജീവൻ നയിക്കുന്ന ആളാണോ?
അല്ലെങ്കിൽ നീ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണോ, ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ആളാണോ, ഒരു ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ആളാണോ, ഒരു ക്രിസ്ത്യൻ മനസ്സിൽ പ്രവർത്തിക്കുന്ന ആളാണോ, സഭയുടെ ഏതെങ്കിലും മേൽ ശുശ്രൂഷിക്കുന്ന ആരാണോ, നീ ഒരു ദൈവരാജ്യത്തിന്റെ പോരാളിയാണോ? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നീ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, നീ ദൈവരാജ്യ പോരാളിയാണെങ്കിൽ, നീ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ, നീ പ്രലോഭനങ്ങളിൽ നേരിടാൻ ഒരുങ്ങിയിരിക്കണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രലോഭനം നിങ്ങളെ തകർക്കുമെന്നുള്ളതല്ല, പിശാച് നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്നുള്ളതല്ല, സാത്താൻ നിങ്ങളെ നശിപ്പിക്കുമെന്നുള്ളതല്ല, ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ സാത്താൻ തകർത്ത് കളയുമെന്നുള്ളതല്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ നീ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം. ബി കെയർഫുൾ എന്നാണ് പറയുന്നത്. ഒരുങ്ങിയിരിക്കണം. പക്ഷേ ഒന്നും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ബൈബിളിൽ കൃത്യമായ ചില സൂചനകളുണ്ട്. ഒരു വ്യക്തിയെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഉയർത്തുമ്പോൾ സാത്താൻ ഈ വ്യക്തി വഴി രക്ഷപ്രാപിക്കാനിരിക്കുന്ന ആത്മാക്കളെ തകർക്കാൻ വേണ്ടി ഈ വ്യക്തിയെ നശിപ്പിക്കാനുള്ള പല പ്രലോഭനങ്ങളും പല കെണികളുമായിട്ട് വരാം. ബൈബിളിൽ ചില വചനങ്ങളും ചില കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. അന്നൊരിക്കൽ യേശു ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന് ആവസിച്ച സമയമാണത്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃപ വർഷിക്കപ്പെടുക എന്ന് കൂടി അർത്ഥമുണ്ട്. സ്വർഗം തുറക്കപ്പെടുമ്പോൾ അവിടേക്ക് കൃപ വർഷിക്കപ്പെടുന്നുണ്ട്. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, കൃപ വർഷിക്കപ്പെട്ടു. യെസ്തബാനസിന്റെ മരണസമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു, കൃപ വർഷിക്കപ്പെട്ടു. അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കൃപ വർഷിക്കപ്പെടുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ കൃപ യേശുക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ആവസിക്കുകയാണ്. ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി കർത്താവ് പുറപ്പെടാൻ തയ്യാറെടുത്ത് ലാസ്റ്റ് ആ ഒരു മൊമെന്റിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് തൊട്ടടുത്ത വാക്യം 12-ാമത്തെ വാക്യം നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചപ്പോൾ സാത്താൻ ഏതെങ്കിലും വിധത്തിലെ പദ്ധതി തകർക്കാൻ യേശുവിനെ പല പ്രലോഭനങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. മരുഭൂമിയിൽ 1, 2, 3 പ്രലോഭനങ്ങൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് അച്ഛൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയത്, മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപെടുന്നെങ്കിൽ നീ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒരാളെ അഭിഷേകത്തിൽ ഒരാളുടെ മേൽ കൃപ വർഷിക്കപ്പെടുന്നത് കണ്ടാൽ സാത്താൻ അവനെ എങ്ങനെയെങ്കിലും ഒരു പ്രലോഭനത്തിൽ വീഴ്ത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അത് നമ്മൾ വായിക്കുന്നത് മത്തായി 16, 13 മുതൽ 19 വരെ തിരുലിഖിതങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തി കഴിഞ്ഞപ്പോൾ കൂടുതലുള്ള ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പസ്തോലന്മാർ ഓരോ മറുപടികൾ മാറി മാറി പറഞ്ഞു. ചിലർ പറയുന്നത് ഏലിയ എന്നാണ്, ചിലർ പറഞ്ഞത് സ്നാപകൻ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളും യേശുവിനെ കുറിച്ച് പറയപ്പെടുന്നതായി അവർ റിപ്പോർട്ട് കൊടുത്തു. ഉടനെ യേശുക്രിസ്തു അവരോട് ചോദ്യം ചോദിച്ചു. യേശു ചോദിക്കുന്നത് എങ്ങനെയാണ്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ പത്രോസ് ശ്ലീഹായ്ക്ക് ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ സ്വർഗത്തിൽ നിന്നുണ്ടായി. ഉടനെ പത്രോസ് ശ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ യേശുവിനെ അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ,
നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്ന ചോദ്യം യേശു ചോദിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗ്ഗം തുറക്കപ്പെട്ട് ഒരു അഭിഷേകം ആ പത്രോസികാരുടെ മേൽ വ്യാപരിച്ചു. അപ്പോൾ പത്രോസിക്ക് മനസ്സിലായി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്നുള്ള വെളിപ്പെടുത്തൽ കിട്ടി. യേശു അത് പറഞ്ഞു, ഇത് നിന്നെ കുറിച്ച് പറഞ്ഞ മാംസരക്തങ്ങളല്ല, പിന്നെയോ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ പത്രോസാകുന്ന പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ മറിഞ്ഞിരുന്ന ഒരു ദൈവിക പദ്ധതി പത്രോസിനെ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. ആ സെക്കൻഡിൽ സാത്താൻ കേട്ട്. ഇതുവരെ സാത്താൻ അറിയാൻ പാടില്ലായിരുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, അടുത്ത സെക്കൻഡിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. അതായത് കഴിഞ്ഞ വചനഭാഗത്തിൽ യേശുവിന്റെ സ്നാനത്തിന് ശേഷം പ്രലോഭകം തൊട്ടടുത്ത് വരുന്നത് പോലെ ഇവിടെ പത്രോസിന്റെ മേൽ കൃപ വർഷിക്കുമ്പോൾ പത്രോസിന്റെ അഭിഷേകത്തെ ഉയർത്താൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് വീണ്ടും ഒരു സാത്താന്യ ഒരു പീഡ വരികയാണ്. ഒരു പ്രലോഭകൻ ഒരു പ്രത്യേക രൂപത്തിൽ വരികയാണ്. അത് തൊട്ട് താഴ്ത്തിയ വാക്യങ്ങളുണ്ട്. തൊട്ട് താഴെ കാണുന്ന ഭാഗം ഇങ്ങനെയാണ്. യേശു ഈ സംഭവം പറഞ്ഞ പത്രോസിനെ ഉയർത്തേക്ക് പറഞ്ഞതിന് ശേഷം യേശു അപ്പസ്തോലന്മാർ ഒരുമിച്ച് വീണ്ടും ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന മധ്യത്തിൽ യേശു തൻ്റെ പീഡാസഹനത്തെ ഉത്ഥാനത്തെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ അപ്പസ്തോലന്മാരെ വെളിപ്പെടുത്തുകയാണ്. പീഡാനവും ഉത്ഥാനത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം യേശു വെളിപ്പെടുത്തി. ആ പ്രവചനം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ താൻ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യങ്ങൾ യേശു വെളിപ്പെടുത്തിയപ്പോൾ പൊടുന്നനെ പത്രോസ് അവരെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അടുത്ത ക്ഷണത്തിൽ യേശു തിരിഞ്ഞ പത്രോസ് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുന്നിൽ നിന്ന് പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്. നോക്ക് സഹോദരങ്ങളെ, ഏതാനും മിനിറ്റിന് കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതേ മിനിറ്റിൽ അതിന്റെ അവസാനത്തിൽ യേശു വെളിപ്പെടുത്തിയാണ്, സാത്താനെ ദൂരെ പോവുക. ഒരു വ്യക്തിയുടെ മേൽ കൃപ വർഷിക്കപ്പെട്ടാൽ ഒരു തലതിരിഞ്ഞ ചിന്ത തൊട്ടടുത്ത് കയറി വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ നീ മനസ്സിലാക്കിക്കൊള്ളുക, പ്രിയപ്പെട്ട മകളെ നീ ഹൃദയത്തെ രേഖപ്പെടുത്തിക്കൊള്ളുക. നീ ഒരു കർത്തൃ ശുശ്രൂഷകനാണെങ്കിൽ നീ പ്രലോഭനങ്ങളെ പല വിധത്തിൽ വരുന്ന ചിന്തകളുടെ വാക്കുകളുടെ പ്രവൃത്തികളുടെ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം. യേശു പ്രലോഭനം നേരിട്ട് കീഴ്പ്പെടുത്തി. എന്നാൽ പത്രോസാകട്ടെ പ്രലോഭകന് കീഴ്പ്പെട്ടു പോയി. പറയാം ഹല്ലേലൂയ. നീ ഒരുങ്ങിയിരിക്കേണ്ടത് പ്രലോഭനം കീഴ്പ്പെടാൻ വേണ്ടിയിട്ടല്ല, നീ പ്രലോഭനത്തെ കീഴ്പ്പെടുത്താനുള്ളവനാണ്. പറയാം ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ, 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തില് ഏലിയ എന്ന് പറയുന്ന വളരെ ശക്തിയുള്ള പ്രവാചകനുണ്ട്, ഒരു കൃപയുടെ പ്രവാചകനുണ്ട്. ഏലിയ ശരിക്കും പറഞ്ഞാൽ ബലിപീഠം ഒരുക്കി, എന്നിട്ട് ബലിയർപ്പണത്തിനങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ ബലിപീഠത്തിലേക്ക് അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിച്ച്, എന്നിട്ട് ഏലിയ അഭിഷേകത്തിന് അങ്ങോട്ട് നൽകി. കാരണം സ്വർഗം തുറക്കപ്പെട്ടു. എന്നിട്ട് ഏലിയ ബാലിന്റെ പ്രവാചകർ വരെ നശിപ്പിച്ച് കുതിരകളെക്കാൾ വേഗത്തിൽ ഓടി ആഹാബിനെ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. എന്നാൽ 19-ാമത്തെ അധ്യായത്തിൽ കാണുന്ന രംഗം എന്നറിയാമോ? ഒരു അടുത്ത പ്രലോഭനമാണ്. ജസബൽ എന്ന് പറയുന്ന ഒരു രാജ്ഞി രൂപത്തിൽ പ്രലോഭകൻ വന്നപ്പോൾ ഈ ജസബലിനെ പേടിച്ച് 19-ാം അധ്യായത്തിൽ ഓടുന്ന ഏലിയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവബോധന, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ശുശ്രൂഷയ്ക്ക് മുമ്പും ശുശ്രൂഷയ്ക്ക് ശേഷവും പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. യേശുവിനെ ശുശ്രൂഷയ്ക്ക് മുമ്പാണ് പ്രലോഭനം ഉണ്ടെങ്കിൽ ഏലിയായ്ക്ക് ശുശ്രൂഷയ്ക്ക് ശേഷമാണ്, പത്രോസിന് അഭിഷേകത്തിന് ശേഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിലൂടെ അനേക ആത്മാക്കൾ രക്ഷപ്പെടുന്ന ഒരു ദൈവരാജ്യത്തിന് ശുശ്രൂഷ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രലോഭനത്തിൽ നേരിടാൻ ഒരുങ്ങിയിരിക്കണം. ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ നാളുകളിൽ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നൊരു ശുശ്രൂഷ പറഞ്ഞു ഓർക്കാണ്, ഞാൻ നല്ല ഒരുങ്ങി കുമ്പസാരിച്ച് നല്ല കൃപയെന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ഒരാഴ്ച ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ പാപത്തിൽ മുങ്ങിക്കിടങ്ങാണ്. ഇത് നാളുകളായി, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. വീണ്ടും തട്ടിപ്പെട്ട് കുമ്പസാരിച്ച് എങ്ങനെയെങ്കിലും വീണ്ടും അടുത്ത ശുശ്രൂഷ ചെയ്യും, വീണ്ടും ശുശ്രൂഷ കഴിഞ്ഞാൽ പാപത്തിൽ വീഴുക. ചില സഹോദരങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, അച്ഛാ ശരിക്കും ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കഠിനമായ ജഡത്തിന്റെ അടക്കമുള്ള പല പ്രലോഭനങ്ങൾ വരികയാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനത്തിൽ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ട്. നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം. ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരുങ്ങണം, ശുശ്രൂഷയ്ക്ക് ശേഷം ഒരുങ്ങണം. അനേകം ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാ? ശുശ്രൂഷിക്കുമ്പോൾ നല്ല പ്രാർത്ഥന, കുരിശന്റെ വഴി എല്ലാ പ്രാർത്ഥന ചെല്ലും, നല്ല കൃപരങ്ങ് ശുശ്രൂഷ ചെയ്യും. ശുശ്രൂഷ കഴിഞ്ഞിട്ട് പാട്ടും പാടി നടന്നു പോകും. പോകരുത്. ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് സഹോദരങ്ങളെ. ആ പ്രലോഭനത്തെ അതിജീവിക്കുമ്പോഴാണ് അടുത്ത കൃപ വർഷിക്കപ്പെടുന്നത്. നിനക്ക് എന്തിനാ ദൈവം പ്രലോഭനം തരണത്? എന്തിനാ അനുവദിക്കേണ്ടത്? അടുത്ത കൃപ തുറന്നു തരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ വേണ്ടി നമുക്ക് എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, കേൾക്കപ്പെട്ട വചനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യട്ടെ. ഇത് പൊട്ടിമുളയ്ക്കട്ടെ കർത്താവേ. ശുശ്രൂഷയ്ക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരുപോലെ ഒരുങ്ങി പ്രലോഭനങ്ങളെ നേരിട്ട് കീഴ്പ്പെടുത്തി അടുത്ത കൃപ ഞങ്ങളുടെ തുറക്കപ്പെടാൻ തക്ക വിധം പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ പൊട്ടിമുളയ്ക്കാൻ അവിടുന്ന് മഴ പെയ്യിക്കണമേ. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്ന ഓരോ ദാസന്മാർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഏതെങ്കിലും വിധത്തിൽ ദൈവരാജ്യ വേലയെ പങ്കുകൊള്ളുന്നവർ മാത്രമാണ് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവേ. ഏതെങ്കിലും വിധത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ പങ്കുചേരാത്ത ആരുമില്ല ഈ ലോകത്തിൽ. ഓ ദൈവമേ, ഓരോ ദാസന്മാർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രലോഭനങ്ങളെ കണ്ടറിഞ്ഞ് കീഴ്പ്പെടുത്തി അടുത്ത കൃപ തുറക്കപ്പെടാൻ തക്ക വിധം ഈ ദാസന്മാരുടെ മേൽ വചനം പതിയിട്ടെന്ന് ആശീർവദിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. സന്നദ്ധിയിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. കേൾക്കപ്പെട്ട ഓരോ വചനങ്ങളിലും നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ ഹൃദയത്തെ തീയായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, ഈ ആരാധനയെ സംബന്ധിച്ചിരിക്കുന്ന ഓരോ ദാസന്മാരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രത്യേകിച്ച് ദൈവമേ, ദൈവരാജ്യവേല ശുശ്രൂഷ ചെയ്യുന്നവർ ക്ഷീണിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, പലവിധ പ്രലോഭനങ്ങളും ഞെരുക്കപ്പിൽ അകപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, തുടക്കത്തിൽ കേട്ട വചനം പോലെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്ന വചനം ഇപ്പോൾ അയച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അസമാധാനത്തിലും പലതരത്തിലും ഞെരുക്കങ്ങളും പീഡകളും കിടക്കുന്ന ഓരോരുത്തരും പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവരാജ്യ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന പീഡിപ്പിക്കുന്ന എല്ലാ തരത്തിലും പ്രലോഭനത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബ് 4:7 പിശാചിനെ ചെറുത്തു നിൽക്കാൻ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഓ കർത്താവ്, എല്ലാ പൈശാചിക പീഡകളും പ്രലോഭനങ്ങളും ഇപ്പോൾ ദേശങ്ങൾ വിട്ടുപോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, ആദരം തുറന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരന് ആശീർവാദം നൽകി എല്ലാ തരത്തിലുള്ള തിന്മയുടെ കെട്ടുകളും പ്രലോഭനത്തിൻ്റെ കെട്ടുകളും എല്ലാ അന്ധകാര പീഡകളും ശാസിക്കുന്ന സമയമാണ്. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറാക്ക സ്തുതിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേ. ഓ കർത്താവേ, ഇപ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചെടുക്കുന്ന ഓരോ ദാസന്മാരെ ആശീർവദിക്കുന്നു. എല്ലാ അന്ധകാര പീഡകളും വിട്ടൊഴിയട്ടെ. പൈശാചിക പ്രലോഭനങ്ങൾ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരൻ ശക്തി പുറപ്പെട്ട് ഇപ്പോൾ ഹൃദയം താർന്നിരിക്കുന്നത് വിട്ടുപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, വംശത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗപീഠകൾ കെട്ടുകൾ അഴിയട്ടെ, തടസ്സങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബങ്ങൾ വെറുതെ പ്രാപിക്കട്ടെ. കൈകൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അന്ധകാരങ്ങൾ ഛിന്നവനുമാകട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.